കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലെ തിരുനെൽവേലിയിൽ ആശുപത്രി മാലിന്യം തള്ളിയ സംഭവത്തിൽ നിർണായകമായ ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നു. തിരുവനന്തപുരം സബ് കളക്ടറുടെ നേതൃത്വത്തിലെത്തിയ 70-അംഗ സംഘം മാലിന്യങ്ങൾ തിരുനെൽവേലിയിൽ നിന്ന് നീക്കം ചെയ്യാൻ തുടങ്ങി. കേരളവും തമിഴ്നാടും സംയുക്തമായിട്ടാണ് മാലിന്യം ഇപ്പോൾ നീക്കം ചെയ്യുന്നത്. വളരെ നമ്മൾ രണ്ട് സംസ്ഥാനത്തെയും അഭിനന്ദിക്കേണ്ട കാര്യമാണ്. കാരണം വേണമെങ്കിൽ ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണകൾ പരത്തി രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിൽ സംഘർഷം വരെ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ വളരെ അവധാനതയോടെ വളരെ സമാധാനത്തോടെ രണ്ട് സംസ്ഥാനങ്ങളും ഒന്നിച്ചു ചേർന്ന് ഈ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്ന ദൃശ്യങ്ങളിലേക്ക്. இருக்கு. இனிமேலும் இப்படி நான் இது இப்போ எடுத்துட்டு போறதுக்கு எல்லாரும் வந்திருக்காங்க, நிறைய பேர் வந்திருக்காங்க, 15 வண்டி வந்துருக்குன்னு சொல்றாங்க. இது எங்களுக்கு ரொம்ப சந்தோஷம். இனிமே இந்த மாதிரி நீங்க நடக்காம பாத்துக்கிட்டீங்க, எனக்கு ரொம்ப சந்தோஷம். വലിയ തമിഴ്നാടിന്റെ പച്ചക്കറി വാങ്ങിച്ചിട്ട് തിരിച്ച് മാലിന്യം നൽകുന്നു എന്ന പരാതിക്കൊക്കെ അവസാനമായി. മാലിന്യ നീക്കത്തിന് സനേജിക്കോ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുമായുള്ള കരാർ തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്റർ റദ്ദാക്കും. 24 എക്സ്ക്ലൂസീവ് വിവരങ്ങളുമായി ഷെവീദ് റാവുത്തർ തിരുനെൽവേലിയിൽ നിന്നും തത്സമയം ചേരുന്നു. ഷെവീദ്, എന്തായാലും ഈ മാലിന്യ നീക്കം വളരെ സജീവമായി നടക്കുന്നെന്ന് അറിയുന്നു. നല്ല കാര്യം. എന്തായാലും ഒരു ധാരണാപേശകമൊക്കെ മാറി ഹരിത ട്രൈബ്യൂണലിൻ്റെ ശാസനയൊക്കെ നമ്മൾ ഏറ്റുവാങ്ങിയതാണല്ലോ, അതിനൊക്കെ മാറ്റം ഉണ്ടായി എന്നറിയുന്നു. പക്ഷേ സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഒരു അന്യ സംസ്ഥാനത്തേക്ക് സംസ്ഥാനത്തെ ആശുപത്രിയുടെ മാലിന്യം കൊണ്ടു തള്ളുന്നത്. ആരുടെ പഴിയാണെങ്കിലും ആരുടെ വീഴ്ചയാണെങ്കിലും ആ നാണക്കേട് അത്രയും സംസ്ഥാനത്തിനാണ്. ഇപ്പോൾ ആ കാഴ്ച നമുക്ക് കാണാം. അതിനുമപ്പുറത്തേക്ക് നമുക്ക് മറ്റൊരു കാഴ്ച കൂടി ഇപ്പോൾ നമ്മളുടെ ക്യാമറമാൻ ഷൈജു ചാവശ്ശേരി ഉറപ്പാക്കും. എസ്കൻ അങ്ങ് ദൂരെ ആ റോഡിൽ കൂടി നമുക്ക് കുറെ വാഹനങ്ങൾ ഇങ്ങനെ പാസ് ചെയ്ത് വരുന്നത് കാണാൻ സാധിക്കും. അത് ഇപ്പോൾ നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലം, അത് ഈ കൊണ്ടാനഗറിൽ മാലിന്യം തള്ളിയിരുന്നു, പളവൂരിൽ തള്ളിയിരുന്നു, കല്ലൂരിൽ തള്ളിയിരുന്നു. അതിലേറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം മറ്റ് സ്ഥലങ്ങളിലേക്ക് ഈ രണ്ട് പഞ്ചായത്തുകൾ, അതിൽ ഈ നടുക്കല്ലൂർ, കൊടകരല്ലൂർ ഗ്രാമങ്ങളിലെ 11 സ്ഥലങ്ങളിലാണ് മാലിന്യം കൊണ്ട് തള്ളിയത്. പ്രത്യേകിച്ച് തിരുവനന്തപുരം RCC ആശുപത്രി, ചില സ്വകാര്യ ആശുപത്രികളിൽ അടക്കമുള്ള ബയോമെഡിക്കൽ വേസ്റ്റുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളായിരുന്നു തള്ളിയത്. ദൂരദൃശ്യങ്ങൾ നമ്മൾ കാണുന്നത് മറ്റൊരു സ്ഥലത്തേക്ക്, അതായത് നമ്മൾ ഇതാദ്യമായി തിരുനെൽവേലിയിലേക്ക് എത്തിയപ്പോൾ നമ്മൾ ഫസ്റ്റ് മോർണിംഗ് ഷോ അത് നടത്തിയ മാലിന്യ കൂമ്പാരത്തിലേക്ക് ഈ വേസ്റ്റുകൾ എടുക്കാൻ പോകുന്ന ലോറി, കേരളത്തിൽ നിന്നുള്ള ലോറി, അതിനെ അനുഗമിക്കുന്ന കേരളത്തിൽ നിന്നുള്ള അന്വേഷണ സംഘങ്ങൾ, തൊട്ടു പിന്നാലെ മറ്റൊരു ലോറി, ഇതൊക്കെ നമുക്ക് ഈ തിരുനെൽവേലിയിലെ ഈ ദൃശ്യങ്ങളിൽ കാണാം. ഒട്ടും സുഖകരമായ ദൃശ്യങ്ങളല്ല. പ്രത്യേകിച്ച് മാലിന്യം ഇവിടെ നിന്ന് നീക്കം ചെയ്യുന്നെങ്കിലും കേരളത്തെ സംബന്ധിച്ച് വലിയ നാണക്കേടുണ്ടാക്കിയ ഹരിത ട്രൈബ്യൂണലിൽ നിന്ന് വലിയ പഴിയുണ്ടാക്കിയ ദൃശ്യങ്ങൾ. കൂടുതൽ ലോറികൾ, ഏതാണ്ട് 16ഓളം ലോറികൾ കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലെ തിരുനെൽവേലിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി മറ്റു ചില കാഴ്ചകൾ കൂടി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് കാണാൻ കഴിയും. ഇവിടെ ഒരു ഭാഗത്ത് കേരളത്തിൽ നിന്നുള്ള ലോറിയാണ് KL 05AJ 9868ലേക്ക് തമിഴ്നാട്ടിൽ നിന്നുള്ള JCB, അതായത് കേരളത്തിലെ RCC ഉൾപ്പെടെയുള്ള ആശുപത്രികളിൽ നിന്ന് കൊണ്ടുതള്ളിയ ബയോമെഡിക്കൽ മാലിന്യം, അത് കൃത്യമായി പറഞ്ഞാൽ ഉപയോഗിച്ച സിറിഞ്ച്, PPE കിറ്റ്, രോഗികളുടെ മെഡിക്കൽ രേഖകൾ, ഭക്ഷണാവശിഷ്ടങ്ങൾ, പ്ലാസ്റ്റിക് വസ്തുക്കൾ അടക്കമുള്ള മാലിന്യങ്ങൾ ഉണ്ടായിരുന്നു. അത് ഈ ഗ്രാമത്തെ ഒന്നാകെ നശിപ്പിക്കുന്ന തരത്തിലേക്ക് വന്നിരുന്നു. ഇനി ഷൈജു, മറ്റൊരു സ്ഥലത്തേക്ക് കൂടി പോകാം. എസ്കേൻ, അത് ഈ മാലിന്യം കൊണ്ട് തള്ളിയതിൽ ഈ ഗ്രാമം എന്തുമാത്രം കഷ്ടപ്പെട്ടു, എന്തുമാത്രമാണ് ഇവിടുത്തെ പ്രശ്നം. അത് ഈ മാലിന്യ കൂമ്പാരം പകർച്ചവ്യാധികൾക്ക് കാരണമാകും എന്നതിനപ്പുറത്തേക്ക് ഒരു വലിയ പ്രശ്നമെന്ന് പറയുന്നത് ഈ കന്നുകാലികൾക്കുണ്ടായ രൂക്ഷമായ പ്രശ്നമാണ്. ഇപ്പോൾ നമ്മൾ കാണുന്ന ഭാഗത്ത് നിന്നും മറ്റു ചില ഭാഗത്തേക്ക് കൂടി കാണാം. അതായത് 4ഓളം പഞ്ചായത്തുകൾ, ഈ സമീപ പ്രദേശങ്ങളിലെ 4ഓളം പഞ്ചായത്തുകളിലേക്കായിരുന്നു ഇത് ഒരു ഗുരുതര പ്രശ്നമായി മാറിയിരുന്നത്. ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കൂടുതൽ JCBകൾ ഉപയോഗിച്ചുകൊണ്ട് മാലിന്യ നീക്കം നടത്തുന്നത് കാണാൻ സാധിക്കും. എസ്കേൻ, ഇതിന്റെ ഒരു എക്സ്ട്രീം ക്രൂരത എന്ന് പറയുന്നത് ഷൈജു, ദൂരേക്ക്, അതായത് അവിടെ പശുക്കൾ മെയ്യുന്നത് കാണാൻ സാധിക്കും. എസ്കേൻ, ഈ ഗ്രാമം, അത് ഈ കൊടകനല്ലൂർ അടക്കമുള്ള ഗ്രാമങ്ങളുടെ ഒരു പ്രത്യേകത, ഇവിടുത്തെ സാധാരണക്കാരായ തമിഴ് മനുഷ്യർ അവർ ഈ കന്നുകാലികളെ മേയിച്ച്, ആട് ഫാമുണ്ട്, പശു ഫാമുണ്ട്, അതിനെയൊക്കെ മേയിച്ചാണ് ജീവിക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ആ ദൃശ്യം കൂടി ഷൈജു ചാവശ്ശേരി നമ്മളുടെ ഈ ഒരൊറ്റ ഫ്രെയിമിൽ ഉറപ്പാക്കും. എസ്കേൻ, ദൂരക്കാഴ്ചയിൽ നമ്മൾ കാണുന്നത് പോലെ ഇത്തരം ഈ പുൽമേടുകളിൽ പശുക്കൾ, നിരവധി പശുക്കൾ, ആ പശുക്കൾ ഇങ്ങനെ മേഞ്ഞു നടക്കുന്നു. ഈ കടുത്ത വേനലിൽ ഏതെങ്കിലും തരത്തിൽ അവർക്കൊരു കുറച്ച് ദാഹമകറ്റാൻ വേണ്ടിയിട്ടുള്ള ഈ കുളങ്ങൾ ഉണ്ടായിരുന്നു. ആ കുളങ്ങളിൽ പോലും മാലിന്യം തള്ളിയ അതിഭീകരമായ അവസ്ഥ, അതുകൂടി നമുക്ക് എസ്കേൻ പ്രേക്ഷകരോട് ഈ ഒരു ഘട്ടത്തിൽ, അതായത് ഇവിടെ നിന്ന് മാലിന്യം നീക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് ആ ദൃശ്യങ്ങൾ കൂടി ഉറപ്പിക്കാൻ കഴിയും. ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നതാണ് എസ്കേൻ. അത്തരത്തിൽ ഈ കന്നുകാലികളടക്കം
വെള്ളം കുടിക്കാൻ ഉപയോഗിച്ചിരുന്ന ഈ സ്ഥലത്തേക്ക്, ഈ കുളത്തിലേക്ക് പോലും മാലിന്യം തള്ളുന്ന അതിഭീകരമായ അവസ്ഥയായിരുന്നു ഈ സ്ഥലത്തുണ്ടായിരുന്നത്. ഷൈജു, ഇടത്തേക്കൊന്ന് ക്യാമറ തിരിച്ചാൽ നമുക്കതിന്റെ ഒരു ഇന്റൻസിറ്റി, അതായത് ബയോമെഡിക്കൽ വേസ്റ്റുകളടക്കം ഒരു മാസത്തിലധികമായി ഇവിടെ കൊണ്ടിട്ട് ആ വെള്ളം കറുത്തിരിക്കുന്ന സാഹചര്യം നമുക്ക് കാണാം. ഈ വെള്ളമാണ് ഈ മേഞ്ഞു നടക്കുന്ന കന്നുകാലികൾ കഴിഞ്ഞ ഏതാണ്ട് 2 ആഴ്ചക്കാലം കുടിച്ചത് എന്നുള്ള സങ്കടകരമായ ഒരു കാഴ്ച കൂടി നമുക്ക് ഇവിടെ ഈ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. ഏതായാലും ഇവിടെ ഈ ഭാഗത്ത് മാത്രം, നമ്മൾ ഈ പറയുന്ന പളകലൂർ എന്ന് പറയപ്പെടുന്ന ഈ സ്ഥലത്ത് മാത്രം ഏതാണ്ട് 3ഓളം JCBകൾ ഈ മാലിന്യങ്ങൾ നീക്കുന്നു. പക്ഷെ ഇത് എത്ര നീക്കിയാലും എത്ര സമയം കൊണ്ട് നീക്കം ചെയ്യാൻ കഴിയും എന്ന് നമുക്കറിയില്ല. കഴിഞ്ഞ ദിവസം RCC ബന്ധപ്പെട്ട ആളുകൾ വിശദീകരിച്ചത് RCCയുമായി ബന്ധപ്പെട്ട കവറുകൾ അതിവിടെ ഇല്ല എന്നുള്ളതായിരുന്നു. പക്ഷേ മിനിഞ്ഞാന്നത്തെ മോർണിംഗ് ഷോയിലടക്കം SK നമ്മൾ കാണിച്ചതാണ് RCCയിലെ മെഡിക്കൽ സർട്ടിഫിക്കറ്റുകൾ, രോഗികളുടെ അതീവ ഗൗരവത്തിൽ സൂക്ഷിക്കേണ്ട രേഖകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. ഇനി ഈ RCCയിൽ നിന്നുള്ള ആ പച്ച നിറത്തിൽ കാണുന്ന കിറ്റുകൾ, അത് RCC എന്ന് മുദ്ര ചെയ്യപ്പെട്ട കവറുകളാണ്. അതിലടക്കം ഏതാണ്ട് നിരവധി കവറുകൾ, അത് 1000-ലധികം കവറുകൾ അതിനകത്തുണ്ട്. അതിനകത്ത് എന്ത് വേസ്റ്റ്, ബയോമെഡിക്കൽ വേസ്റ്റ് എന്നുള്ളതൊക്കെ നമ്മൾ ഇന്നലെ കണ്ടതാണ്. സിറിഞ്ചിന്റെ ഇതുണ്ട്, നമ്മുടെ ബ്ലഡ് സാമ്പിളുകൾ ശേഖരിക്കുന്ന സംവിധാനങ്ങളുണ്ട്, പ്ലാസ്റ്റിക്, ഇതൊന്നും പുനരുപയോഗിക്കാൻ കഴിയാത്ത സാധനമാണ്. 2 ചോദ്യങ്ങൾ SK അതിനകത്ത് അവശേഷിക്കുന്നത്. എങ്ങനെയാണ് സംസ്ഥാനത്തിന് പുറത്തേക്ക് പുനരുപയോഗിക്കാൻ കഴിയാത്ത പ്ലാസ്റ്റിക്കുകൾ എത്തിയത് എന്നുള്ളത് ഒന്നാമത്തെ ചോദ്യം. മാത്രമല്ല, ഈ ഒരു തരത്തിലും വീഴ്ചയില്ല എന്ന് ഈ RCC അടക്കം പറയുമ്പോഴും ഈ സ്വകാര്യ ഏജൻസികളെ നിരീക്ഷിക്കണം, പ്രത്യേകിച്ച് മാലിന്യം തള്ളലിനെ കുറിച്ചും സ്വകാര്യ ഏജൻസികളെ നിരീക്ഷിക്കണമെന്നും അംഗീകൃത സംസ്കരണ ഏജൻസിയായ ഇമേജ് പലവട്ടം നൽകിയ മുന്നറിയിപ്പുകൾ ആശുപത്രികളും സംസ്ഥാനത്തെ മലിനീകരണ നിയന്ത്രണ ബോർഡും അവഗണിച്ചു. അതാണ് നിലവിൽ ഇപ്പോൾ ഉണ്ടായ സാഹചര്യം. എല്ലാം ഏജൻസിക്കാരുടെ തലയിൽ വെച്ച സംസ്ഥാന സർക്കാരിന് ഈ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. കാരണം നമ്മളുടെ ആശുപത്രികളിലെ വേസ്റ്റാണ് ഇങ്ങനെ ടൺ കണക്കിന് കൊണ്ട് അയൽ സംസ്ഥാനക്കാരന്റെ ഗ്രാമങ്ങളിലേക്ക് തള്ളിയത്. അവൻ സ്വാഭാവികമായും അവർക്ക് വികാര വിക്ഷോഭങ്ങൾ ഉണ്ടാകും, അവർ വലിയ രീതിയിൽ പ്രതിഷേധിക്കും. അതൊക്കെ നമ്മൾ കണ്ടു. ആ പ്രതിഷേധം ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്നത് കണ്ടു. ഒടുവിൽ ഹരിത ട്രൈബ്യൂണൽ ഇടപെട്ടിട്ടാണ് കേരളത്തെ കൊണ്ട് ഈ രീതിയിൽ സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ മുൻപെങ്കും കണ്ടിട്ടില്ലാത്ത തരത്തിലേക്ക് ഒരു നീക്കം, ഒരു നാണക്കേടൊക്കെ കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഏതായാലും ഈ മനോഹരമായ ഒരു ഗ്രാമം, ആ ഗ്രാമത്തെ കുറച്ചു കാലത്തേക്കെങ്കിലും ബുദ്ധിമുട്ടിക്കാൻ കഴിഞ്ഞു. അതിൽ ഇപ്പോൾ നമുക്ക് കിട്ടിയ വിവരമനുസരിച്ച് ഏതാണ്ട് 4 പേർ അറസ്റ്റിലായിട്ടുണ്ട്. 2 പേരെ തിരുവനന്തപുരത്ത് നിന്ന് മാത്രം കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇനിയും കൂടുതൽ അറസ്റ്റ് വരും. ഒരു ലോറി കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അങ്ങനെ ആ നടപടികൾ പോവുകയാണ്. സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് അടക്കം ഇതിൽ എങ്ങനെ സംഭവിച്ചു, വീഴ്ച എങ്ങനെ സംഭവിച്ചു എന്ന് കണ്ടെത്താനുള്ള അന്വേഷണവും പരിശോധനയും തുടരുകയാണ്. ഓക്കെ, താങ്ക് യു. ഷെഫീദ് റാവുത്തറാണ് തിരുനെല്ലിവേലിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. യഥാർത്ഥത്തിൽ ഈ മെഡിക്കൽ മാലിന്യം ഉൾപ്പെടെയുള്ള മാലിന്യം തിരുനെല്ലിവേലിയിൽ ഈ ഗ്രാമങ്ങളിൽ കൊണ്ട് തള്ളി എന്നുള്ളത് വലിയ വിവാദമായി. ഹരിത ട്രൈബ്യൂണൽ ഇടപെട്ടു. അവസാനം ഈ മാലിന്യമെല്ലാം സംസ്ഥാന സർക്കാർ അയച്ച ഉദ്യോഗസ്ഥന്മാരുടെ നേതൃത്വത്തിൽ നീക്കം ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ സംയുക്തമായി നീക്കം ചെയ്യൽ അവിടെ പുരോഗമിക്കുകയാണ്.